ഹലോ ഫ്രണ്ട്സ്, സ്മാർട്ട് ലോക്ക് വെച്ച് പെട്ടുപോയതാ. ലോക്ക് വർക്ക് ചെയ്യുന്നില്ല, ചാർജ് തീർന്നു. ഇതുപോലെ നിങ്ങൾക്ക് അബദ്ധങ്ങൾ സംഭവിക്കുമോ? ഐലീഫിന്റെ സ്മാർട്ട് ലോക്ക് ആണ് യൂസ് ചെയ്യുന്നതെന്നുണ്ടെങ്കിൽ അങ്ങനെ ഒരു അബദ്ധം എന്തായാലും പറ്റില്ല. കാരണം ഇത് ഫോൺ യൂസ് ചെയ്ത് ഇതിലൊരു പോർട്ട് ഉണ്ട്, അതിലേക്ക് ഫോൺ യൂസ് ചെയ്തോ അല്ലെങ്കിൽ നമുക്ക് USB കേബിള് നമ്മുടെ പവർ ബാങ്ക് യൂസ് ചെയ്തോ നമുക്ക് ചാർജ് ചെയ്ത് യൂസ് ചെയ്യാവുന്നതാണ്. യെസ്, എബ്രോഡ് ഉള്ള ഒരുപാട് കസ്റ്റമേഴ്സ് ഉണ്ട്. നമ്മളുടെ ലോക്ക് വെച്ച് പോയിട്ട് തിരിച്ചു വന്ന് മേ ബി ചാർജ് ഔട്ട് ആയിട്ടുണ്ടാകും. അങ്ങനെയാണെങ്കിൽ അവരുടെ കയ്യിലുള്ള മൊബൈൽ ഫോണിൽ നിന്നോ പവർ ബാങ്കിൽ നിന്നോ ചാർജ് കയറ്റി നമുക്കിത് യൂസ് ചെയ്യാൻ പറ്റുന്നതാണ്. കീ ഉണ്ടെങ്കിൽ നമുക്ക് ഈ ചാർജ് നമ്മളെ ബാധിക്കുന്ന വിഷയമല്ല. കീ ഇട്ടിട്ട് മാനുവലി ഓപ്പൺ ചെയ്യാം. ഇത് കൂടാതെ നമുക്ക് ഇത് ചാർജ് ഉള്ള ടൈമിലാണെങ്കിൽ നമുക്ക് വരുന്ന ക്യാമറ ഡിറ്റക്ഷൻ വരുന്നുണ്ട്. ഓൾറെഡി ഫീഡഡ് ആയിട്ടുള്ള ഫീസ് ആണെങ്കിൽ തന്നെ ക്യാമറ ഡിറ്റക്ട് ചെയ്ത് ലോക്ക് ഓപ്പൺ ചെയ്യും. എത്ര പേര് ചെയ്യാൻ പറ്റും? നമുക്കൊരു 100 പേരുടെ വരെ ഇതിൽ ഫീഡ് ചെയ്യാം. ഫിംഗർ പ്രിന്റ് ആക്സസ് ഉണ്ട്. ഇത് കൂടാതെ നമ്പർ ഉണ്ട്. കൂടാതെ RFID. ഇപ്പൊ കുട്ടികളൊക്കെ സ്കൂളിൽ പോയിരിക്കുന്നവരാണെങ്കിൽ ഇതൊന്നും ആക്സസ് ചെയ്യാൻ അറിയില്ലാത്തവരാണെങ്കിൽ അല്ലെങ്കിൽ പ്രായമായവരുണ്ടെങ്കിൽ അവർക്ക് ഈ ഒരു കാർഡ് ഉണ്ടെങ്കിൽ കാർഡ് യൂസ് ചെയ്ത് ഇത് ആക്സസ് ചെയ്യാം. ഇനി കാണുന്ന മനോഹരമായ സ്റ്റീൽ ഡോറിലാണ് നമ്മൾ ഫിക്സ് ചെയ്തത്. ഇനി വീട്ടിലുള്ള പഴയ സ്റ്റീൽ ഡോറിൽ നിന്ന് മാറ്റി ചെയ്യാൻ പറ്റുമോ? പിന്നെന്താ, നിങ്ങൾക്ക് ഏത് സ്റ്റീൽ ഡോറിലേക്ക് വേണമെങ്കിലും ഇത് മാറ്റി ചെയ്യാൻ പറ്റും. ഇങ്ങനെയൊക്കെ ഫീച്ചറിൽ ഈ ഒരു ലോക്കിന് വലിയ വിലയാവോ? ഇല്ല, അധികം വിലയൊന്നും ഇല്ല. നമുക്ക് നമ്മളുടെ സ്റ്റീൽ ഡോറിനോടൊപ്പമാണ് കൊണ്ടുപോകുന്നത് എന്നുണ്ടെങ്കിൽ 24,000 ആണ് നിങ്ങൾക്ക് ഇതിന്റെ റേറ്റ് വരുന്നത്. അതെല്ലാം നിങ്ങൾക്ക് സിംഗിൾ ആയിട്ടാണ് വേണ്ടത് എന്നുണ്ടെങ്കിൽ 26,000 ആണ് റേറ്റ് വരുന്നത്. ഏറ്റവും പ്രീമിയം ആയിട്ടുള്ളതാണ്. ഇതിലും താഴത്തേക്കുള്ള ഒരുപാട് സ്മാർട്ട് ലോക്കുകൾ നമ്മുടെ കയ്യിൽ അവൈലബിൾ ആണ്. അപ്പൊ അടിപൊളിയല്ലേ ഈ സ്മാർട്ട് ലോക്ക്?